നമസ്കാരം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അഥവാ ED എന്നുള്ളത് നമ്മൾ സമീപകാലമായിട്ട് വളരെയധികം കേൾക്കുന്നൊരു കേന്ദ്രാന്വേഷണ ഏജൻസിയുടെ പേരാണ്. അപ്പോൾ ആ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ EDയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന P. രാധാകൃഷ്ണനെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നിർബന്ധിത വിരമിക്കലിന് വിധേയനാക്കി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ഇതിൻ്റെ രസകരമായൊരു കാര്യം, ഈ വാർത്തകൾ പുറത്തു വരുവാൻ തുടങ്ങിയിട്ട് 3 ദിവസങ്ങളായി. മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഈ സംഭവത്തിലേക്ക് അധികം ശ്രദ്ധ കൊടുത്തിട്ടില്ല ഇതുവരെ. ഇപ്പോൾ തത്വമയി ന്യൂസ് ഈ വാർത്ത നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിൽ ഇത്രയും താമസം വന്നത് ചില കാര്യങ്ങൾ, ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നടന്ന ചില കാര്യങ്ങൾ, ചില കളികൾ, ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. കാരണം അതിൻ്റെ ഒരു പൂർണ്ണ വിവരങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ വിവരങ്ങളാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്, തത്വമയി ന്യൂസ് പുറത്തുവിടുന്നത്. അപ്പോൾ P. രാധാകൃഷ്ണൻ എന്ന ED ഉദ്യോഗസ്ഥൻ വളരെ വിവാദമായിട്ടുള്ള, അല്ലെങ്കിൽ ഹൈ പ്രൊഫൈൽ എന്ന് വിളിക്കാവുന്ന നിരവധി കേസുകൾ അന്വേഷിക്കുന്നതിൽ നേതൃത്വം വഹിച്ചൊരു ഉദ്യോഗസ്ഥനാണ്. ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറയുന്നത്, EDയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ എന്ന് പറയുന്നത് ഫീൽഡിലുള്ള അന്വേഷണത്തിൻ്റെ നേരിട്ടുള്ള നേതൃത്വം ഏറ്റെടുക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം ഈ കരിവന്നൂർ ബാങ്ക് തിരിമറിയാണെങ്കിലും, സഹകരണ സംഘം ബാങ്ക് തിരിമറിയാണെങ്കിലും, ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണം കടത്തി എന്നുള്ള ആരോപണമാണെങ്കിൽ, ഇത്തരം കേസുകളുടെ എല്ലാം അന്വേഷണ നേതൃത്വം ഇദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരുന്നു. അപ്പോൾ അന്ന് തന്നെ BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ചേർന്ന് ഈ ഇത്തരം അന്വേഷണങ്ങൾ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഈ ആരോപണങ്ങൾ ശക്തമായൊരു ഘട്ടത്തിൽ ഈ അന്വേഷണങ്ങൾ ഒരിടത്തും എത്തുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ ഇദ്ദേഹത്തെ ശ്രീനഗറിലേക്ക് സ്ഥലം മാറ്റി. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പ്രമോഷനോടുകൂടി ഇദ്ദേഹത്തെ ചെന്നൈയിലേക്ക് നിയമിക്കുന്നു. അപ്പോൾ ചെന്നൈയിലേക്കുള്ള നിയമനം ഇദ്ദേഹം ട്രിബ്യൂണലിൽ ചലഞ്ച് ചെയ്യുന്നു. അതിനെതിരെ ഇദ്ദേഹം ട്രിബ്യൂണലിനെ സമീപിക്കുന്നു. ട്രിബ്യൂണൽ ഇദ്ദേഹത്തിൻ്റെ ഹർജി തള്ളുന്നു. ഇദ്ദേഹം ട്രിബ്യൂണലിനെ സമീപിച്ചപ്പോൾ പറഞ്ഞ കാര്യം, അതായത് ഈ നിയമനം എനിക്ക് വേണ്ട, കാരണം ഞാൻ വളരെയധികം വിവാദമായിട്ടുള്ള പല കേസുകളിലും അന്വേഷണ നേതൃത്വം വഹിക്കുന്നയാളാണ്. ചെന്നൈയിലുള്ള എൻ്റെ ഈ ഒരു നിയമനം, ഇപ്പോഴുള്ള നിയമനം ഒരു സ്ഥാനക്കയറ്റത്തോടു കൂടിയാണെങ്കിൽ പോലും ഇത്തരം അന്വേഷണങ്ങളിൽ നിന്ന് എന്നെ മാറ്റി നിർത്തും എന്നുള്ള കാരണം കാട്ടിയാണ് ഇദ്ദേഹം ആ ചെന്നൈ നിയമനത്തെ എതിർത്ത് ട്രിബ്യൂണലിനെ സമീപിച്ചത്. അപ്പോൾ ട്രിബ്യൂണൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരാതി നിരാകരിക്കുകയും ആ ഒരു ഹർജി തള്ളിക്കളയുകയും ചെയ്തു. അദ്ദേഹത്തിന് ചെന്നൈയിൽ തന്നെ തുടരേണ്ടി വന്നു. അല്പകാലത്തിന് ശേഷം അദ്ദേഹം തിരികെ കൊച്ചിയിലെത്തുകയും തുടർന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇദ്ദേഹത്തിൻ്റെ പേരിലൊരു നിരവധി ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് അന്വേഷണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. ആ അന്വേഷണങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി നിർബന്ധിതമായൊരു വിരമിക്കൽ പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയ്ക്ക് വിധേയനാകുവാൻ ഇദ്ദേഹത്തെ നിർബന്ധിതനാക്കുകയും ചെയ്തു, രാഷ്ട്രപതിയുടെ നേരിട്ടുള്ള അനുമതിയോടുകൂടി. ഈ റിലീസ് ഓർഡർ എന്ന് പറയുന്ന ഒരു സംഗതി വരും ഇതിൽ. അതായത് വിമുക്തി നൽകി വിടുന്ന ഒരു ഓർഡർ, ഇദ്ദേഹത്തിന് പിരിച്ചുവിടുന്നുവെന്നല്ല, ഇദ്ദേഹം വിരമിക്കുന്നതിൻ്റെ ഒരു ഓർഡറിൽ കൃത്യമായിട്ട് ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ഇത്തരം ആരോപണങ്ങൾ കാരണമാണ് ഇദ്ദേഹം നിർബന്ധിത വിരമിക്കലിന് വിധേയമാകുന്നത്. അല്ലാതെ ഒരു ഗോൾഡൻ ഹാൻഡ് ഷേക്ക് നൽകി പുറത്തറിയാതെ എനിക്കും വേണ്ട നിനക്കും വേണ്ട എന്നുള്ള രീതിയിൽ മാന്യമായി വിരമിച്ച് പോവുക എന്നുള്ളൊരു രീതിയല്ല ഇദ്ദേഹത്തിന് അനുവദിച്ച് നൽകിയിരിക്കുന്നത്. ഒരു കളങ്കിതനായ ഉദ്യോഗസ്ഥൻ എന്നുള്ള തലത്തിൽ തന്നെയാണ് P. രാധാകൃഷ്ണൻ ED വിട്ട് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്തയെ പൂർണ്ണമായി ഏതാണ്ട് അവഗണിച്ച മട്ടാണ്. ഇനി ആ വാർത്ത സംപ്രേഷണം ചെയ്തവർ തന്നെ വളരെ ഒരു പത്രത്തിൻ്റെ 5-ാം പേജിൽ 3-ാം കോളത്തിൽ കൊടുക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വാർത്ത ഒതുക്കുക എന്ന് പറയില്ലേ, പ്ലേ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഔദ്യോഗികമായ ഒരു പദം പത്രക്കാർക്കിടയിലുള്ളത്. ദൃശ്യമാധ്യമങ്ങൾക്കിടയിലും പ്ലേ ഡൗൺ ചെയ്യുക എന്ന് തന്നെയാണ് അതിനിപ്പോൾ പറയുന്നത്. പക്ഷേ വാർത്താപത്രങ്ങളിൽ നിന്നാണ് ആ പദം, വാർത്താപത്ര മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ നിന്നാണ് ആ പദം ഉയർത്തെഴുന്നേൽക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നത് അവർക്കിടയിൽ നിന്ന്. അപ്പോൾ ഈ വാർത്തയെ പ്ലേ ഡൗൺ ചെയ്യുകയാണ്. ഇനി അല്ലാതെ മറ്റൊരു തരത്തിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഇതിനെ ഒരു സ്പിൻ ചെയ്യുക എന്ന് പറയും. അതായത് വാർത്തയെ മൊത്തമായിട്ട് തിരിക്കുക, അകമ്പുറം മറിക്കുക എന്ന് പറയും. അകമ്പുറം മറിക്കുന്ന രീതിയിൽ ഈ ED ഉദ്യോഗസ്ഥനെ പിണറായി വിജയനെതിരെയുള്ള നീക്കങ്ങൾക്ക് അഴിമതി കാണിച്ചതുകൊണ്ടാണ്, നീക്കങ്ങൾക്ക് വേണ്ടി കുറച്ച് ആവേശം കാണിച്ച് അതിൽ അഴിമതികൾ കാണിച്ചതുകൊണ്ടാണ് പുറത്താക്കിയിരിക്കുന്നതെന്നുള്ള രീതിയിൽ ഈ വാർത്തയെ അകമ്പുറം മറിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം
ഈ ഉദ്യോഗസ്ഥൻ കരുവന്നൂർ ബാങ്ക് കേസിലാവട്ടെ, ഡിപ്ലോമാറ്റിക് ബാഗേജ് കേസിലാവട്ടെ, ഇദ്ദേഹം ഇടനിലക്കാർ വഴി കൈക്കൂലി ആവശ്യപ്പെടുകയും ഒപ്പം ആ കൈക്കൂലി തനിക്ക് നൽകിയാൽ ഈ കേസുകൾ അട്ടിമറിക്കുവാൻ സഹായിക്കാമെന്ന് പ്രതിസ്ഥാനത്ത് വന്നേക്കാവുന്നവർക്ക് വാഗ്ദാനം നൽകിയതായിട്ടുള്ള നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു, അത്തരം ആരോപണങ്ങളുടെ ഒരു പശ്ചാത്തലം വെച്ചാണ് ഇദ്ദേഹത്തെ ആദ്യം ശ്രീനഗറിലേക്ക് സ്ഥലം മാറ്റുന്നത്. അപ്പോൾ ഈ ആരോപണങ്ങളുടെ എല്ലാം ഒരു കുന്നുകൂടൽ എന്ന് പറയുന്നുണ്ടല്ലോ, എല്ലാം ഈ വെള്ളം നിറഞ്ഞ മൂക്കിൻ്റെ അറ്റം വരെ എത്തുക എന്ന് പറയില്ല, അതിൻ്റെ ഒരു പരിധി ലംഘിക്കപ്പെട്ടപ്പോഴാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഒരു അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൻ്റെ ഒരു പിന്നോടിയായി ഇദ്ദേഹത്തെ നിർബന്ധിത വിരമിക്കലിന് വിധേയനാക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ പറയുവാനുള്ള കാര്യം, ഇത്രയും കാര്യങ്ങളാണ് ഈ ഇദ്ദേഹത്തിൻ്റെ നിർബന്ധിത വിരമിക്കൽ സംബന്ധിച്ചുള്ള വസ്തുത. ആ വിരമിക്കലിന് ശേഷം ഇനി അദ്ദേഹത്തിൻ്റെ ഭാവി എന്താണെന്നുള്ളതാണ് കേരളം കൗതുകത്തോടെ നോക്കേണ്ട ഒരു കാര്യം. കാരണം ഇത്തരത്തിൽ കളങ്കിതനായി വിരമിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഇനി ഭാവിയിൽ ഏതെങ്കിലും ഒരു കൗൺസിലർ സ്ഥാനത്തേക്കോ ഏതെങ്കിലും ഒരു MLA സ്ഥാനത്തേക്കോ ഒരു നിയമസഭാ സാമാജികനായിട്ടോ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തി മത്സരിക്കുവാൻ, തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുവാനുള്ള ടിക്കറ്റ് ഏതെങ്കിലും പാർട്ടി നൽകുമോ എന്നുള്ളതാണ് കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ട കാര്യം. കാരണം നമ്മുടെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ശ്രീ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ കൊലപാതകം, ഇപ്പോഴും അതിലൊരു നിശ്ചയമില്ല. നിയമം അന്വേഷിച്ചിട്ട് പറയുന്നത് അത് ആത്മഹത്യ തന്നെയാണ്, മറ്റ് കാരണങ്ങളൊന്നുമില്ല എന്നാണ്. അതുകൊണ്ട് അത് തൽക്കാലം അങ്ങനെ വിശ്വസിക്കുകയേ നമുക്ക് തരമുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ അന്വേഷിച്ച് അസിസ്റ്റൻറ്റ് പോലീസ് കമ്മീഷണർ TK രത്നകുമാർ പിന്നീട് ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം നഗരസഭയിലേക്ക് കൗൺസിലറായി മത്സരിക്കുന്നത് നാം കണ്ടു. ഒരു പ്രമുഖ പാർട്ടിയുടെ ടിക്കറ്റിൽ. പാർട്ടി ഏതാണെന്നും അദ്ദേഹത്തിൻ്റെ ഭാവി എന്തായിരുന്നുവെന്നും എങ്ങനെയാണ് അദ്ദേഹം ആ സ്ഥാനത്തേക്ക് എത്തിയത് എന്നുള്ളതും ഒരു ഹ്രസ്വകാല ഓർമ്മയുള്ള നാം ഒന്നും മറന്നുകൂടാ. ആ ഒരു ഹ്രസ്വകാല ഓർമ്മ തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് TK രത്നകുമാറിന് എന്ത് സംഭവിച്ചു അതുപോലെ P രാധാകൃഷ്ണന് സംഭവിക്കുമോ എന്നുള്ളത് സസൂക്ഷ്മം നോക്കിക്കാണുക. കാരണം ഇവരൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും നികുതിപ്പണമാണ്. എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ ഭാവി തലമുറയുടെയും ഭാവി തന്നെയാണ്. നമസ്കാരം.